ഹായ് മക്കളെ, അപ്പോഴെല്ലാവർക്കും അമ്മയുടെ ഒരു പുതിയ വീഡിയോക്ക് സ്വാഗതം. അമ്മ രാവിലെ കട്ടൻ ചായ കുടിച്ച് അത് കഴിഞ്ഞപ്പോൾ അമ്മയുടെ അമ്മയെ കളപ്പാറ ശാസ്താവിൻ്റെ അമ്പലത്തിൽ ഇപ്പോൾ വൃശ്ചിക മാസം ആയതുകൊണ്ട് 41 ദിവസം കഞ്ഞിയുണ്ട്. അപ്പോൾ രാവിലെ അവിടെ നിന്ന് നല്ല ചൂട് അയ്യപ്പക്കഞ്ഞിയും കണ്ടോ, ചൂട് അയ്യപ്പക്കഞ്ഞി നല്ല സൂപ്പർ കറിയും കണ്ടോ. രാവിലെ അത് മേടിച്ച് കൊടുത്തു വിട്ടു. അപ്പോൾ അമ്മ രാവിലെ ഇത് കഴിക്കാൻ പോകുക ചൂട് അയ്യപ്പക്കഞ്ഞി കറി. അപ്പോൾ അമ്മ കാണിച്ചു തരാം. കുറച്ച് അയ്യപ്പക്കഞ്ഞി എടുത്തു. നെല്ലൂത്തരിയുടെ കഞ്ഞിയാട്ടോ, എല്ലാ ദിവസവും ഉണ്ട്. കുറച്ച് കഞ്ഞി എടുത്തു, കറി ഇട്ടു കണ്ടാ. ഇത് രണ്ടുകൂടെ ചേർത്ത് അമ്മ കഴിക്കാൻ പോകും. നിങ്ങളൊക്കെ രാവിലെ കാപ്പ് കഴിച്ചോ? അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണമെങ്കിൽ അമ്മയ്ക്ക് പിന്നെ വീഡിയോ ഒക്കെ എടുക്കാൻ ചോറും കറിയും വെക്കുന്നത്. മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം കഞ്ഞി കുടിച്ചോട്ടെ. രാവിലെ കുളിച്ചമ്മ കേട്ടോ. സൂപ്പർ ടേസ്റ്റ്, അടിപൊളി. അപ്പം അമ്മ കഞ്ഞി കുടിക്കട്ടെ. അപ്പോഴമ്മ കഞ്ഞിയൊക്കെ കുടിച്ച് തീർന്ന് ബാക്കി കഞ്ഞി അധികം വന്ന് അത് കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പം അമ്മ അരി ഇട്ടിട്ടുണ്ട്, കണ്ട അരി ഇട്ടിട്ടുണ്ട്. അപ്പം അരി വേകട്ടെ. അപ്പോഴത്തേനും നമുക്ക് തേനും പുളി കിട്ടി. അപ്പം നമുക്കത് മുളകും പുളിയും വെക്കാം. അമ്മയെ തേനും മുളകും പുളിയാണ് വെക്കുന്നത്. എണ്ണ ഇടാതാണ് വെക്കുന്നത്. എണ്ണ ഒഴിക്കുന്നുണ്ട്, ഇപ്പോൾ ഒഴിക്കുന്നില്ല. പിന്നെ നമുക്ക് ഈ പാവയ്ക്ക വെച്ചണം. നമ്മൾ ചട്ടി നല്ല ചൂടായിട്ടുണ്ട്. നല്ല ചൂടാവട്ടെ കേട്ടോ. ചൂടായതിന് ശേഷം നമുക്ക് ആ ചട്ടിയിലോട്ട് നമ്മൾ മുളകും പുളിയും വെക്കുന്നതേ പിന്നെ എണ്ണ ഇടാതാണ്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊന്നും ഉപയോഗിക്കുന്നില്ലേ. അപ്പം അമ്മ കാണിച്ചു തരാം. അതിനു വേണ്ടി കുറച്ച് ഉലുവാപ്പൊടി, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂണ്. പിന്നെ നമ്മളാ തേടും ആയതുകൊണ്ട് നമുക്ക് കൂരിത്തേടായതുകൊണ്ട് നമുക്ക് അതിനകത്ത് തോനെ മുളക് പൊടി ചേർക്കണം. കുരുമുളകില്ല, കുരുമുളക് നല്ലതായിരുന്നു. ഇപ്പം മുളക് പൊടി അപ്പോൾ ഒരു 5 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. 5 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പം അമ്മ ചെയ്തത് ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ഈ എടുത്തു വെച്ച സാധനങ്ങൾ ഇത്രയും ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് അമ്മ നല്ലോണം മൂപ്പിട്ട് നല്ലോണം മല്ലിപ്പൊടി ചേർക്കാതിരിക്കുന്നവർക്ക് ഇത് നല്ലൊരു സ്വല്പം ഒരു തുള്ളി അമ്മ ചേർത്തിട്ടുണ്ട് കണ്ടോ. നമ്മൾ പൊടിച്ചായിരുന്നു, മുളക് മേടിച്ചായിരുന്നു, മുളകും മല്ലിയും മേടിച്ചായിരുന്നു. അപ്പോൾ അമ്മ അത് ഉണക്കി പൊടിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ നമ്മൾ എടുത്തില്ല. ഇത് നമുക്ക് പാവയ്ക്ക പറിക്കാൻ മുളക് പൂക്കപ്പോഴേ തൊണ്ടേ കയറി. അതിൻ്റെയാണ്. അപ്പോൾ ഇത് മൂത്തിട്ട് നമുക്ക് അതിലോട്ട് വടക്കമ്പുളി ഉപ്പിട്ട് കൊടുക്കണം. വടക്കമ്പുളി നമ്മൾ 3 വടക്കമ്പുളി എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തോട് കൂടി തന്നെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ തേച്ച് ചെയ്യുന്നത് അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്താലും ടേസ്റ്റാണ്. അപ്പം മുളക് മൂത്തിട്ടുണ്ട്. കണ്ട, ഇത് നല്ലോണം വെട്ടി തിളയ്ക്കണം. അപ്പം നമുക്ക് അതിലോട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇത്രയും ഉപ്പ് അമ്മ ഇപ്പം ഇടുന്നുണ്ട്. ഉപ്പ് മീനുമുണ്ട്, പഴലുമുണ്ട്. ഇത് നമുക്ക് അതിലോട്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. അത് മീൻ ഇട്ടിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുത്താൽ അപ്പോൾ പെട്ടെന്ന് അങ്ങ് തിളയ്ക്കും. ഉപ്പൊക്കെ ഇട്ട് ഇനി നമുക്ക് പാവയ്ക്ക പിടിച്ചിരിപ്പുണ്ട്. അത് നമ്മൾ പാവയ്ക്കായി തട്ടായിരുന്നു. പാവയ്ക്ക പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊരു പാവയ്ക്ക പറിക്കണം. ഇച്ചിരി തേങ്ങാക്കൊത്തും എല്ലാം ഇട്ട് നമുക്ക് നല്ലോണം വിഴുക്ക് വരക്കണം. അപ്പോൾ നമ്മൾ ഇതൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഇത് താണ്ടേ കറി ഇപ്പോൾ തിളയ്ക്കും. അപ്പോൾ നമ്മുടെ പാവൽ താണ്ടേ കണ്ട, അതിനകത്ത് പാവയ്ക്ക പിടിച്ചിട്ടുണ്ട്. അപ്പം ഇതൊരെണ്ണം ഉണ്ട്. ഇത് ഇച്ചിരി വളരാനുണ്ട് കേട്ടോ. കണ്ട, ഇത് നല്ലോണം ഇച്ചിരി വലുതായിട്ട് വളരും. അപ്പോൾ വേറൊരെണ്ണം ഉണ്ട്, അത് ഇച്ചിരി ആണ്ടേ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഈ പാവയ്ക്കയാണ് പറിക്കാൻ പോകുന്നത്. അപ്പം അമ്മ ആ പാവയ്ക്ക പറിക്കട്ടെ. കണ്ട, ഒരെണ്ണം മതി നമുക്ക്. പിന്നെ ആണ്ടെ തക്കാളിക്കകത്തൊരു തക്കാളി പിടിച്ചിട്ടുണ്ട്.
പിന്നെ ഇവിടെ അമ്മ പാവല് നട്ടിട്ടുണ്ട്, പിന്നെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കമ്പ് നട്ടിട്ടുണ്ട്, അതൊക്കെ കിളിക്കണം. പിന്നെ ഇതൊക്കെ ചെടികളാണ് അന്നേരെ. പിന്നെ ഇവിടെ ഒരു പാവയ്ക്കയുണ്ട്, അത് ഇച്ചിരി വലുതാവാനുണ്ട് കേട്ടോ. കണ്ടോ, അത് ചെറുതാണ്, അത് കുറച്ചുകൂടെ വരണം. അപ്പം നമുക്ക് ഈ പാവയ്ക്ക അമ്മ തോരൻ വെക്കാൻ പോലെ. അപ്പം നമ്മുടെ പാവയ്ക്ക വേണ്ടേ നമ്മൾ കൊണ്ടുവന്നു. ഇനി ഇത് നമുക്ക് അരിഞ്ഞ് നമുക്ക് തോരൻ വെക്കാം. അപ്പം നമ്മളെ നാടെ കറി കണ്ട അല്ല, ഇതേ കണക്ക് നമ്മൾ മസാല ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഈ പുഴമീനുണ്ടല്ലേ, വരാലെന്നോ ബ്രാലെന്നോ, ഞങ്ങളുടെ ബ്രാലെന്നോ പറയുന്നത്, അതൊക്കെ ഇതേ കണക്ക് കറി വെച്ചിട്ട് വെക്കണം. വെച്ചിട്ട് ഇന്ന് വെച്ചിട്ട് നാളെ മറ്റന്നാളൊക്കെ ഇടണം, ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നമ്മുടെ തേടും കുഞ്ഞ് ഇപ്പം തിളച്ചിട്ടുണ്ട് കറി, അപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം. ആണ്ടേ തേടിൻ്റെ തല കണ്ടോ, നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ഇത് ഇന്നല്ലേ കറി, നാളെ എടുക്കാനാണ് ടേസ്റ്റ്. ഉണ്ടോ? പിന്നെ ആ തേടിൻ്റെ ഒരു തേടിനകത്ത് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അതുകൂടി എണ്ണ ഇട്ട് കൊടുക്കാം. നമുക്കിത് താത്ത് കൊടുക്കണം. അപ്പം ഒരു തുള്ളി എണ്ണ നമ്മൾ ചേർത്തിട്ടില്ല ഇതിനകത്തെ കേട്ടോ. ഇത് നല്ല തിളച്ച് വെന്ത് കുറുകിയതിന് ശേഷം നമുക്ക് അതിലോട്ട് ഒരു കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇടണം കേട്ടോ. എന്നിട്ട് കാണിക്കാം. ഗ്യാസ് കത്തിച്ചതാണ്, അപ്പോഴേ അമ്മയുടെ പുക ഇട്ടേക്കുന്നത് അതിൻ്റെ. പിന്നെ നമ്മൾ പാവയ്ക്ക പിച്ചിക്കൊണ്ടുവന്നില്ലേ, അതല്ല പച്ചമുളക് ഉപ്പൊക്കെ ഇട്ടമ്മ വെച്ചിട്ടുണ്ട്, അതിൻ്റെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിലോട്ട് വീഴ്ക്ക് വരട്ടെ. നമ്മൾ മീൻകറി ഉണ്ടാകും, അതിൻ്റെ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല ഉണ്ടോ, രണ്ട് കറിവേപ്പില മാത്രമേ ചേർത്തിട്ട് അമ്മ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല, അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടേ ഉള്ളൂ. ഇത് കുറച്ചും കൂടെ വറ്റണം, കുറച്ചും കൂടെ വറ്റി കഴിയുമ്പോൾ നല്ല ടേസ്റ്റ് ആയത് കണക്ക് തേട് മുളകും പുളി വെച്ചാലും ഈ പുഴമീൻ വേണ്ടല്ലോ, അത് മുളകും പുളി വെച്ചാൽ അടിപൊളിയാണ്. അപ്പോൾ നമുക്കിതിലോട്ട് പാവയ്ക്ക ഉപ്പിട്ട് വെച്ച പാവയ്ക്ക ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലോണം കിണ്ടി കൊടുക്കാം. ഇത് വാടി വരുമ്പോൾ നമുക്ക് കുറച്ച് തേങ്ങ എടുത്തിടണം, തേങ്ങ തിരുമ്മിയിടണം. അതുകൊണ്ട് നമ്മുടെ പാവയ്ക്ക സെറ്റ്. നമ്മുടെ കറി കണ്ട നമുക്ക് കറിയൊക്കെ വറ്റിയിട്ടുണ്ട്. ഒരുപാടിട്ട് ഇളക്കരുത്, ഇളക്കിയ ഈ തേടിൻ്റെ മീൻ പൊടിയും. ഇച്ചിരി ഒന്ന് വറ്റിയെടുക്കാൻ, നമുക്ക് ഈ വറ്റിച്ചെടുക്കാൻ ഭയങ്കര ഇഷ്ടം, നല്ല ടേസ്റ്റ് വരും. അപ്പോൾ വറ്റിച്ചെടുക്കാൻ വേണ്ടിയാണ് കുറച്ചുകൂടെ വറ്റിക്കുന്നത്. വേറെ ഒന്നും ഒഴിച്ചുകൂട്ടാനൊന്നും പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കുന്നില്ല, ഇതേ ഉള്ളൂ പാവയ്ക്ക. അപ്പം അമ്മ ഇതെല്ലാം ചെയ്യണ്ടേ. അപ്പം നമ്മളെ പാവയ്ക്ക താണ്ടേ ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നടുക്ക് നമ്മൾ തേങ്ങ തിരിഞ്ഞിടുക, നടുക്ക് ഇങ്ങനെ ചെറുതായിട്ടൊരു കുഴി ഒഴിച്ചിട്ട് നമുക്ക് തിരികെ തേങ്ങ, പച്ചത്തേങ്ങ ഉണ്ടല്ലോ, മഞ്ഞപ്പൊടി ഒന്നും ഇടുന്നില്ല, ഇങ്ങനെ തിന്നാണ് അമ്മയ്ക്ക് ഇഷ്ടം. അതുകൊണ്ട് ആ തിരികെ തേങ്ങ അമ്മ ഇട്ടിട്ട് താണ്ടേ ഇങ്ങനെ പാവയ്ക്ക മൂടിയിട്ട് ചെറിയ തീയിൽ വെക്കും. ചെറിയ തീയിൽ ഇങ്ങനെ മൂടിയിട്ട് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമ്മുടെ പാവയ്ക്ക വെച്ച് മീൻകറി ഇതാ സെറ്റായിട്ട്. ഇനി നമ്മൾ മീൻകറിയുടെ തീ ഓഫ് ചെയ്യുക, മീൻകറി എല്ലാം പറ്റിയിട്ടുണ്ട്. അപ്പം നാളെ പാവയ്ക്ക് നമ്മുടെ വീട്ടിൽ ഉച്ചയ്ക്ക് ഉണ്ണാനിട്ട് കാണിച്ചു. മക്കളെ അപ്പോഴേ എല്ലാവരും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ഊണ് കഴിക്കാൻ പോവുകയാണ്. നമ്മളിത് സ്പെഷ്യലൊന്നുമില്ല, നമ്മൾ രാവിലെ ഉണ്ടാക്കിയതാ ചോറ്. അപ്പം നമുക്ക് ചോറ് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാവരും ഊണൊക്കെ കഴിച്ചോ? അപ്പം ചോറിടുക. ചോറ് ഇച്ചിരി നല്ല വിശപ്പുണ്ട്, അതുകൊണ്ട് ഇച്ചിരി തോരൻ ചോറിടാം. ഇപ്പം ചൂട് രാവിലെ വെച്ചതാ, പിന്നെ നമ്മൾ ചൂടാക്കിയില്ല. പിന്നെ നമ്മൾ വീട്ടിൽ പിടിച്ച് നമ്മളെ പാവയ്ക്ക തോരൻ കണ്ട സൂപ്പർ ടേസ്റ്റായത് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് പാവയ്ക്ക. പിന്നെ നമ്മളെല്ലാം കഞ്ഞിയുടെയും കറിയുടെയും കറി. ഇനി ഇത് വെച്ചിരുന്ന ചീത്തയായി പോകും, അപ്പോൾ അമ്മ ഇത് എടുക്കുന്നുണ്ട്, സാമിക്കറി. അപ്പോൾ അതും അങ്ങോട്ടെടുത്ത് പിന്നെ നമ്മൾ ആണ്ടേ മീൻകറി. ഇപ്പം മീൻകറി നമ്മൾ ചൂടാക്കി കേട്ടോ. അപ്പം മീൻകറി
അപ്പം തേട് മുളക് കറി വെച്ചത് കണ്ടാ. അങ്ങോട്ടൊരു സൈഡിലോട്ട് 2 തല എടുത്തിട്ടുണ്ടേ. പിന്നെ ഒരു വാല് കഷ്ണം, ഇത്ര എണ്ണ എടുത്തിട്ടുണ്ട്. അതാണ്ടേ നമ്മുടെ ചോറ്, പാവയ്ക്കാത്തോരൻ, തേട് വറ്റിച്ചത്, മറ്റേ സാമിക്കഞ്ഞിൻ്റെ കറി. അപ്പം അമ്മ ചോറ് കഴിക്കുക. നിങ്ങളൊക്കെ ചോറ് കഴിച്ചോ? അപ്പം അമ്മ കഴിക്കട്ടെ. ചായ ഇട്ടായിരുന്നു, എല്ലാവരും 4 മണിക്ക് ചായ കുടിച്ചോ? ചായ ഇട്ടായിരുന്നു, ചായയൊക്കെ കുടിച്ച്. അപ്പോഴേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, മറന്നുപോയി. അപ്പം അപ്പുറത്ത് വീട്ടിൽ പോയി അമ്മ ഒരു 2 പേരൊക്കെ വെച്ച് കൊണ്ടുവന്നു കണ്ട, നാടൻ പേരക്ക. അപ്പം അമ്മ ഇത് കഴിക്കുക. കഴിക്കട്ടെ? നിങ്ങളൊക്കെ വേണം പേരക്ക? വേണമെങ്കിൽ അമ്മ തരാം. ആ സൂപ്പർ പേരക്ക. കഴിക്കട്ടെ? എല്ലാവരും നാട്ടിൽ ചോറൊക്കെ കഴിച്ചോ? അമ്മ ചോറ് കഴിക്കാൻ പോവാണേ. അത് എഴുതട്ടെ. പ്രത്യേകിച്ചൊന്നുമില്ല, ഉച്ചത്തത് തന്നെ. സ്പെഷ്യലൊന്നും അങ്ങനെ ഉണ്ടാക്കുന്നില്ല. കണ്ട അമ്മ ചോറിടുക. അതൊക്കെ ചോറൊക്കെ കഴിച്ചോ? നമുക്ക് ചോറിടാം. കണ്ട ചോറ്. നമ്മുടെ പാവയ്ക്ക തോരൻ വെച്ചത് നല്ല ടേസ്റ്റായിരുന്നു. ഈ പാവയ്ക്ക് കഴിച്ചില്ലായിരുന്നു അതിൽ. പിന്നെ നാണ്ട് കൂട്ടാൻ തേട് പുളി വെച്ചത്, അത് നമുക്ക് അറ്റത്തോട്ട് വെച്ച് കൊടുക്കാം. അപ്പം തേട് പുളിയും പാവയ്ക്ക തോരനും ചോറും. അപ്പം ഇത് അമ്മ കഴിക്കാൻ പോകുമ്പോൾ 2 ഉപ്പിലിട്ട നെല്ലിക്കയും എടുത്ത് അമ്മ ചോറ് കഴിക്കാൻ പോവുക. അപ്പം നാളെ എന്തായാലും അമ്മ രാവിലെ കാപ്പി ഉണ്ടാക്കും. അപ്പം നാളെ അമ്മ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അപ്പം എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.